പെട്ടിയും കിടക്കൊക്കെ എടുത്ത് എവിടേക്കാന്നല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് വരാം കേട്ടോ. ഒരു കല്യാണം ഉണ്ട്, ആ കല്യാണം കൂടാൻ വേണ്ടി പോവാണേ. ഉണ്ണിക്കുട്ടനെ കരച്ചിൽ കണ്ടാൽ ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് കേട്ടോ. കാരണം എന്നും കാണുന്ന അച്ഛനെ കേട്ടോ ഈ യാത്ര പറഞ്ഞിട്ട് കരച്ചിലും പിരിച്ചിലൊക്കെ ഭയങ്കര സങ്കടമാണ്. ഒരു ദിവസം മാറി നിൽക്കുക എന്ന് പറയും. ആ ഒരു വിഷമം മാറാൻ കുറച്ച് നേരം പിടിച്ചു കേട്ടോ. ഞാൻ അപ്പോഴേക്കും വേഗം കിടന്നുറങ്ങി ബസ്സിൽ. കാരണം എന്താ വെച്ചാൽ തലേന്ന് ഉണ്ണിക്കുട്ടിന് ഭയങ്കരമായിട്ട് ഛർദിലായിട്ട് ഞങ്ങളൊരു 3 മണി വരെ പുലർച്ചെ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഡ്യൂട്ടിക്കും പോയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ ബസ്സിൽ പൊന്നാനിക്ക് പോകുന്നത്. കാരണം ഒരു 2-3 മണിക്കൂർ ട്രാവലും കൂടി ഞങ്ങൾക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ആവശ്യമായി. പിന്നെ ഒരു കല്യാണം ഉണ്ട്, അത് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കല്യാണത്തിന് പോകുന്നത്. അതാണ് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാവും വീട്ടിൽ പോവാന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചിരിക്കും കളിക്കും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വീടെത്തിയത് ഞങ്ങളൊന്ന് വേഗം ഫ്രഷപ്പായിട്ട് വേഗം കല്യാണ വീട്ടിലേക്ക് പോയത് കേട്ടോ. ഇത് ചെക്കൻ്റെ കല്യാണം എന്ന് വെച്ചാൽ 2 കല്യാണം ഉണ്ട് കേട്ടോ, പെൺകുട്ടനും ചെക്കൻ്റെയും എന്ന് വെച്ചാൽ രണ്ടും തൊട്ടടുത്തുനിന്നാണ്. പിന്നെ പറയാലോ ഇപ്പോഴത്തെ കല്യാണം ലവ് മാരേജ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നതും ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പോയാൽ മതി പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഫുഡ് പറയണ്ട എന്ന് വെച്ചാൽ റൈസും ചിക്കനും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ പെൺകുട്ടി ഉള്ള ഫംഗ്ഷനിലേക്ക് പോയത് വെച്ചാൽ അത് ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് കഴിക്കണം ലോ വിചാരിച്ചിട്ട് ചെറുതായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളൊക്കെ അയൽവാസികളുണ്ട്. കുറേ പേരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ നിന്നു. ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ എല്ലാവർക്കും ബൈ.